السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഉസ്താദുമാർ, വിധികർത്താക്കൾ, സദസ്സിലിരിക്കുന്ന സഹോദരന്മാരെ, ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ പരീക്ഷണശാലകളിൽ ഒന്നാണ് ജനാധിപത്യം. അത് വെറും ഒരു ഭരണരീതിയല്ല, മറിച്ച് ഓരോ പൗരന്റെയും കർമ്മത്തിലും ബോധത്തിലും ഉണ്ടാകുന്ന ജീവിത വീക്ഷണമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നം പോലെ ഉയർന്നു നിൽക്കുന്നത് ഒരു മഹത്തായ തത്വസംഹിതയായ ജനാധിപത്യം അറിവില്ലായ്മയുടെയും അനാസ്ഥയുടെയും തുരുമ്പെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ രണ്ട് വിപത്തുകളും എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യ ഇല്ലായ്മയായി മാറുന്നതെന്നും അത് എങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കുന്നതെന്നും നമുക്ക് പരിശോധിക്കാം. പ്ലേറ്റോ തന്റെ റിപ്പബ്ലിക്കിൽ പറയുന്നത് പോലെ ജ്ഞാനമില്ലാത്ത സമൂഹം അടിമത്തത്തിലേക്കാണ് നടന്നു നീങ്ങുന്നത്. ജനാധിപത്യം നിലനിൽക്കുന്നത് ജനങ്ങൾ എന്ന അടിത്തറയിലാണ്. ആ ജനങ്ങൾക്ക് തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും തൻ്റെ രാജ്യത്തെ ബാധിക്കുന്ന നയങ്ങളെക്കുറിച്ചും അടിസ്ഥാനപരമായ അറിവില്ലാതെ വരുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ കേവല ഉപകരണങ്ങൾ മാത്രമായി മാറുകയാണ്. ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത് ഒരു നിഷ്കളങ്കമായ അവസ്ഥയല്ല, അതൊരു രാഷ്ട്രീയ ആയുധം കൂടിയാണ്. വ്യാജ വാർത്തകളും വളച്ചൊടിച്ച ചരിത്രങ്ങളും വൈകാരികമായ മുദ്രാവാക്യങ്ങളും സത്യത്തെ വിഴുങ്ങുമ്പോൾ ഒരു സാധാരണ പൗരൻ വസ്തുതകളിൽ നകന്ന് വൈകാരിക പ്രതികരണങ്ങളിൽ കൊടുങ്ങുന്നത് ഈ അറിവില്ലായ്മയുടെ ഫലമാണ്. ഒരു വോട്ട് ചെയ്യുമ്പോൾ സ്ഥാനാർത്ഥിയുടെ കഴിവിനേക്കാളും പാർട്ടിയുടെ നയങ്ങളെക്കാളും മറ്റെന്തോ അപ്രധാനമായ ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് ഈ അറിവില്ലായ്മയുടെ ദയനീയമായ ഫലമാണ്. ജനാധിപത്യത്തിന്റെ ജീവൻ അതിന്റെ പങ്കാളിത്തമാണ്. എഡ്മണ്ട് ബർക്കിന്റെ പ്രസക്തമായ വാക്കുകൾ ശ്രദ്ധേയമാണ്. അതെ, തിന്മ വിജയിക്കാൻ ഒരൊറ്റ കാര്യം മാത്രം മതി: നല്ല മനുഷ്യരൊന്നും ചെയ്യാതിരിക്കുക. ഈ ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ് അനാസ്ഥ. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരിക്കുന്നത്, പൊതു ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്, ഇവയെല്ലാം ജനാധിപത്യത്തിന്റെ ശ്വാസം നിലനിർത്താനുള്ള ചുമതലയിൽ നിന്ന് ഒരു പൗരൻ ഒളിച്ചോടുന്നതിന് തുല്യമാണ്. എന്നെ ഇതൊന്നും ബാധിക്കുന്ന വിഷയമല്ല എന്ന ചിന്താഗതി വ്യക്തിപരമായി സൗകര്യമാണ് തരുന്നതെങ്കിലും അത് രാജ്യത്തിന്റെ പൊതുനന്മക്ക് നേരെയുള്ള കയ്യൊഴിയലാണ്. ഈ വിഷയം നമ്മുടെ സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രമാത്രം പ്രസക്തമാണെന്ന് നമുക്ക് പരിശോധിക്കാം. വർഗീയ ധ്രുവീകരണത്തിനും രാഷ്ട്രീയ എതിരാളികളെ ഇകഴ്ത്താനും വേണ്ടി കൃത്യമായ ഡാറ്റാബേസുകളോ വസ്തുതകളോ ഇല്ലാത്ത വ്യാജ വിവരങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നത്, വോട്ടർമാരുടെ വിവേകത്തെ നഷ്ടപ്പെടുത്തുന്ന ഏകീകൃത സിവിൽ കോഡ് പോലെയുള്ള സുപ്രധാന നയങ്ങളുടെ അടിസ്ഥാനപരമായ കഴിവുകളും ചരിത്രപരമായ പശ്ചാത്തലവും നിയമപരമായ വശങ്ങളും മനസ്സിലാക്കാതെ ഒരു പൗരൻ വൈകാരിക പ്രതികരണങ്ങളിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് പൊതുജനങ്ങൾ നിലപാടെടുക്കുന്നത് ഈ അറിവില്ലായ്മയുടെ ഫലമാണ്. പ്രിയ സുഹൃത്തുക്കളെ, നാം എല്ലാവരും അറിവുള്ളവരായിരിക്കുക. നമ്മുടെ രാജ്യം ഒരു ക്ഷേത്രമാണെങ്കിൽ അതിൻ്റെ ഓരോ വിളക്കുകളും അണഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. നമ്മൾ അറിവുള്ളവരായിരിക്കുക. ഭരണഘടനയെ വിമർശനാത്മകമായി സമീപിക്കുക. നമ്മൾ അറിവുള്ളവരായിരിക്കുക. പൊതു ചർച്ചകളിൽ ഒഴിഞ്ഞു മാറാതിരിക്കുക. അറിവില്ലായ്മയുടെ ഇരുട്ടറകളിൽ നിന്നും അനാസ്ഥയുടെ മയക്കത്തിൽ നിന്നും നാം ഉണരണം. കാരണം അത് നമ്മുടെ ജനാധിപത്യത്തെ പൂർണ്ണമായി നിശ്ചലിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.